ICMR നിന്ന് വിവരങ്ങൾ ചോർത്തി ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ച 4 പേർ അറസ്റ്റിലായി. ആധാർ, പാസ്പോർട്ട് അടക്കമുള്ള വിവരങ്ങളാണ് പ്രതികൾ ചോർത്തിയെടുത്തത്. 4 പ്രതികളെയും കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. രാജ്യത്തെ 81 കോടി ജനങ്ങളുടെ വിവരങ്ങൾ, ആധാർ വിവരങ്ങൾ, പാസ്പോർട്ട് വിവരങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒരു അമേരിക്കൻ ഹാക്കറാണ് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയും തുടർന്ന് കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഡൽഹി പോലീസ് ഇത്തരത്തിൽ ഡാർക്ക് വെബിൽ വിവരങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച 4 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റിലായ 4 പേരും യുവാക്കളാണ്. ഒരാൾ ഒഡീഷ സ്വദേശിയായ ഒരു ബിടെക്കാരനും 2 പേർ ഹരിയാന സ്വദേശികളും ഒരാൾ ഉത്തർപ്രദേശിലെ ജാൻസി സ്വദേശിയുമാണ്. ഇവരെ കോടതി 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. ഇവർ ഗെയിം പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് പരസ്പരം പരിചയപ്പെട്ടത് എന്നും തുടർന്ന് എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള മാർഗമായി ഹാക്കിംഗ് കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ICMRലെ വിവരങ്ങൾ ചോർത്തി ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചത് എന്നാണ് ചോദ്യം ചെയ്യലിൽ അറിയിച്ചിരിക്കുന്നത്. സമാനമായി തന്നെ അമേരിക്കൻ ഏജൻസിയായ FBI ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ആധാറിന് സമാനമായ പാകിസ്ഥാനിലെ തിരിച്ചറിയൽ കാർഡുകൾ നൽകുന്ന ഏജൻസിയായ ICMCയുടെയും വിവരങ്ങൾ സമാനമായി തങ്ങൾ ചോർത്തി ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ഡൽഹി പോലീസ് സ്വമേധയാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ഡാർക്ക് വെബിൽ കണ്ടതിനെ തുടർന്ന് കേസ് എടുത്തിരിക്കുന്നത്. ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ഈ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഡൽഹി പോലീസ് ഉള്ളത്. അതേസമയം ഈ നടപടി എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ICMRൽ നിന്നും വിവരങ്ങൾ ചോരും എന്ന റിപ്പോർട്ടുകളെയും ചോർന്നു എന്ന റിപ്പോർട്ടുകളെയും കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരുന്നു. അത്തരത്തിൽ യാതൊരു തരത്തിലും ചോരുന്ന തരത്തിലല്ല വിവരങ്ങൾ ICMR ശേഖരിച്ചിരിക്കുന്നത് എന്നാണ് വിശദീകരണം നൽകിയത്. എന്നാൽ ഇതിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ 4 യുവാക്കളുടെ അറസ്റ്റ്. SK. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്ത്.